മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 23 വരെയുള്ള വാക്യത്തിലെ പഠനത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേൾക്കുന്നത്. ഹല്ലേലൂയ. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. വായിച്ച് പഠിക്ക്. എന്താ ഈ കർത്താവ് പറഞ്ഞതിൻ്റെ സത്യം? ഇന്ന് ഈ വചനങ്ങളാണോ സഭയിൽ പ്രസംഗിക്കുന്നത്? പൗലോസ് പറഞ്ഞു, വചനം പ്രസംഗിക്കുക, സമയത്ത് ഒരുങ്ങിയിരിക്കുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്ന നിൽക്കാൻ ശ്രമിക്കുക. സത്യവചനമാണോ പ്രസംഗിക്കുന്നത്? പഥ്യവചനമാണോ പ്രസംഗിക്കുന്നത്? ന്യായപ്രമാണത്തിലെ കെട്ടുകഥയും കിഴവിക്കഥയും എടുത്തൊക്കെ പ്രസംഗിക്കുകയല്ലേ? ആൾക്കാരെ ഇമോഷനാക്കുകയല്ലേ? വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് ജനത്തെ പ്രസംഗിച്ച് നടത്തുന്നു. അവരവരെ വചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. പൗലോസ് പറയുന്നു എബ്രായലേഖനത്തിൽ. വചനം പ്രസംഗിക്കുക, പഥ്യവചനം പ്രസംഗിക്കുക. എത്ര പേർക്ക് ഈ ഉപദേശം ഇന്ന് പ്രസംഗിക്കാൻ കഴിയുന്നു? എനിക്കൊരു കൂട്ടുകാരൻ ഉപദേശിയുണ്ടായിരുന്നു. ഞാൻ പുള്ളിയുടെ ശിഷ്യനായിരുന്നു. വേദോസ്തം എടുത്ത് നടുവേ അങ്ങ് പിളർക്കും. പണ്ട് അബ്രഹാം പക്ഷിയപ്പെടുന്ന പോലെ കിട്ടുമ്പോൾ ഒരു സങ്കീർത്തനം, ആ സങ്കീർത്തനം അങ്ങോട്ട് പ്രസംഗിച്ച് കൂട്ടിയിട്ട് പുള്ളി കവറും മേടിച്ച് പുള്ളി തലം വിടും. ഞാൻ പഥ്യവചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളി പറയാ, നിങ്ങളെനിക്ക് ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞു, വേണ്ട, വന്ദനം, ഇത്രത്തോളം നിങ്ങളുടെ ശിഷ്യനായിരിക്കാനിടയായതിൽ ദൈവത്തിന് നന്ദി, ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ സ്ഥലം വിട്ട് ഞാൻ ഓടി, എൻ്റെ പ്രാണനം കൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ. അല്ലല്ല, അങ്ങനെ പല സ്ഥലങ്ങളിലും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. നേരും നെറിയും ഉള്ളിടത്ത്, നേരും നെറിയും ഉള്ളവരുടെ കൂടെ, പഥ്യവചനം പഥ്യോപദേശം പ്രസംഗിക്കുന്നവരുടെ കൂടെ, ശുദ്ധീകരണത്തിൻ്റെ ദൂത് പറയുന്നവരുടെ കൂടെ എനിക്ക് കൂട്ടായ്മ. അല്ലാത്തവരായിട്ട് എനിക്ക് പിണക്കമൊന്നുമില്ല, അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വിളിച്ചാൽ പോയി പ്രസംഗിച്ചിട്ട് പോരും. കവറൊന്നും നമുക്ക് വിഷയമല്ല. കവറ് കർത്താവാ തരുന്നത്. ചിലർക്കൊരു ധാരണയുണ്ട്, അവരെങ്കിലും തന്നിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഇല്ല പ്രിയമുള്ളവരെ, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ എന്നുള്ള വാക്യം എൻ്റെ പുസ്തകത്തിലുണ്ട്. ഞാൻ മായ്ച്ചു കളഞ്ഞിട്ടുമില്ല, കത്രി കൊണ്ട് വെട്ടിക്കളഞ്ഞിട്ടുമില്ല. പണ്ടൊരമ്മ ഇഷ്ടമില്ലാത്ത വാക്യങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് അവസാനം നല്ലൊരു ശതമാനം വചനവും പുസ്തകത്തിൽ നിന്ന് പോയി. എൻ്റെ പുസ്തകത്തിൽ ഈ വാക്യങ്ങളെല്ലാം ഉണ്ട്. വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. ഹല്ലേലൂയ. ഏലിയാവിനെ പുലർത്തുവാൻ കാക്കയോട് കൽപ്പിച്ചവൻ, കാക്കയുടെ വരവ് നിന്ന് തോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ ഏലിയാവിനെ പുലർത്തുവാൻ വിധവയോട് കൽപ്പിച്ച ദൈവം, ആഗാറിന്റെ നിലവിളി കേട്ട് അബ്രഹാമിന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിന്റെ നിലവിളിയും കേട്ട് നീരുറവ തുറന്നു കൊടുത്തു. സംസം വാട്ടറായി അവര് വിറ്റിതേ പൊട്ടടിച്ചോണ്ടിരിക്കുക. ഇപ്പോൾ ആ ഉറവ ഇന്ന് നിന്നിട്ടില്ല. അതുപോലെ ദൈവം തൻ്റെ ഭക്തന്മാരെ പുലർത്താനുള്ള ഉത്തരവാദിത്വം ദൈവത്തിനാണ്. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ആരുടെയും പൈസയ്ക്ക് വേണ്ടിയും ആരുടെയും പണത്തിന് വേണ്ടിയും ഈ ചില പാസ്റ്റർമാരെ എനിക്കറിയാം, കാശുള്ള ആൾക്കാരുടെ മുമ്പിൽ കിടന്ന് പ്രസംഗിച്ച് കൂട്ടി അവരുടെ പേഴ്സിൽ കിടക്കുന്ന കാശ് പാസ്റ്ററിൻ്റെ പോക്കറ്റിലോട്ട് ഒഴുകി വരും. അതിനുള്ള സർക്കസ് അവർ ചെയ്യും. എനിക്ക് അവരെയൊക്കെ കാണുമ്പോൾ പുച്ഛമാണ്, നിന്നെയാണ് അവരെ കാണുമ്പോൾ. കാരണം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചില്ലെങ്കിൽ ജനം രക്ഷപ്പെടത്തില്ല. വളച്ച് പ്രസംഗിക്കാം, കോട്ടി പ്രസംഗിക്കാം, കൂട്ടിയേർത്ത് പ്രസംഗിക്കാം, കോട്ടി കളഞ്ഞ് പ്രസംഗിക്കാം, നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ട് പ്രസംഗിക്കാം. നോ, നിർമ്മലമായ നിലയിൽ അതങ്ങോട്ട് പ്രസംഗിക്കാം. അങ്ങനെ പ്രസംഗിച്ചങ്ങ് എരിഞ്ഞടങ്ങ്. അതാണ് ഒരു ശുശ്രൂഷനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ കർത്താവ് എന്ത് ചെയ്യുന്നു? ഈ ജനം ആദരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയമെങ്കിൽ നിന്ന് ദൂരെ തകർന്നിരിക്കുന്നു. മനുഷ്യകൽപ്പനകൾ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. 4 കാര്യങ്ങൾ. സ്തോത്രം. ഹോശേയ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഇവിടെ വായിക്കാനായിട്ട് കർത്താവ് ശരണപ്പെടുന്നു. ഹോശേയ 5-ന്റെ 14-ാമത്തെ വാക്യം. എന്താണ് ആ 14-ാമത്തെ വാക്യം? സ്തോത്രം, 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 സ്തോത്രം. 5-ന്റെ 11. എഫ്രേമിന് മനുഷ്യകൽപ്പനകളെ അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയത് കൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനുമായി തീർന്നിരിക്കുന്നു.
നമുക്കറിയാം എഫ്രൈം പാട്ട് വരുന്നുണ്ട്. എഫ്രൈം എൻ്റെ പൊന്നോമന പുത്രൻ എന്ന് പറഞ്ഞ് സുശീല പാട്ടും പാടി കാശും പേടിച്ച് പുട്ടടിച്ചു പോയ ചരിത്രം നമുക്കറിയാം. എഫ്രായിൻ നീ എൻ്റെ പൊന്നോമന പുത്രൻ ഉള്ള മനോഹരമായൊരു പാട്ടാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട്, ഞാൻ പാടാറുണ്ട്. ആ എഫ്രായിനെ കുറിച്ച് വചനം പറയുന്നത് മനുഷ്യകൽപ്പനകളെ അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയത് കൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനുമായിരിക്കുന്നു. ഇന്ന് സത്യവേദ പുസ്തകത്തിലെ പഥ്യവചനവും പഥ്യോപദേശവും കർത്താവായ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും തരുന്ന ആ ഉപദേശങ്ങളാണ് നമ്മൾ അനുസരിച്ച് നടക്കേണ്ടത്. 1 കൊരിന്ത്യർ 14 അധ്യായത്തിലെ 37 വാക്യം ഇപ്പോൾ ഇവിടെ വായിക്കും. 14:37 ഇവിടെ ഏത് വായിച്ചാട്ടെ. എനിക്ക് ഈ വാക്യങ്ങളെല്ലാം കാണപ്പാടം അറിയാം, കാരണം ഞാനിതെപ്പോഴും പ്രസംഗിക്കുന്നത് കൊണ്ട് ഇതെല്ലാം കാണപ്പാടം അറിയാം. പക്ഷേ ഒരാൾ വായിച്ച് കേൾക്കുമ്പോൾ അതൊരു പ്രത്യേകതയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വായിക്കാൻ പറയുന്നത്. വായിക്കുന്നവർക്കും അത് ഗുണമാണ്. 14:37 താൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ എടുത്തില്ല. ഇതാണ് വേദപുസ്തകം വായിക്കാനുള്ള പരിചയക്കുറവ്. താൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുത്തന്ന് തോന്നുന്നുവെങ്കിൽ ഞാൻ എഴുതുന്ന കർത്താവിൻ്റെ കൽപ്പനയാണ്. ഗലാത്യർ 1:1 കുറിച്ചിട്ട് പഠിച്ചോണം. പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ. അപ്പോസ്തലനായി പിതാവും പുത്രനും നിയമിച്ചാക്കിയ പൗലോസ് പറയുന്നു, നീ പ്രവാചകനായിരിക്കാം, ആത്മീകനായിരിക്കാം, ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചേ. അത് ആ കൽപ്പന അങ്ങനെ അനുസരിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ അറിയുന്നില്ലെങ്കിൽ അവ അറിയാതിരിക്കട്ടെ. പൗലൂസ് തരുന്ന ദൈവകൽപ്പനയാണെന്ന് നിനക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടോ? വിശ്വസിക്കുക. നിനക്കത് അറിയാൻ മനസ്സുണ്ടോ? അറിയേ. ഇല്ലെങ്കിൽ നീ അറിയാതിരുന്നോ, നാശത്തിലേക്കായിരിക്കും പിന്നെ പോകുന്നത്. കർത്താവ് തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് ഈ ഉപദേശം കൊടുത്തു എന്നുള്ള യാഥാർത്ഥ്യം ദൈവമക്കൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മൾ നിത്യമായ നാശത്തിലേക്ക് പോകും. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഈ ഭൂമിയിൽ വന്ന് തെരഞ്ഞെടുത്തത് അപ്പോസ്തലന്മാരാണ്. ഈ വചനം പരമേൽപ്പിക്കാൻ വേണ്ടി 3.5 വർഷം കൂടെ കൊണ്ടുകിടന്ന് പഠിപ്പിച്ചിട്ട് പോകുന്നതിന് മുമ്പ്, മരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ കർത്താവ് എന്ത് ചെയ്തു? മരിച്ച് സ്വർഗത്ത് കയറി പോകുന്നതിന് മുമ്പ് കർത്താവ് ഈ വചനം പരമേൽപ്പിച്ചു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. നീ എനിക്ക് തന്നിട്ടുള്ള നിനക്കുള്ളവരാകുണ്ട്. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. പിതാവ് തിരഞ്ഞെടുത്ത് കൊടുത്ത ആദ്യം അപ്പോസ്തലന്മാരാണ് ഈ ചാള പിടിച്ച് നടന്നവര്. ഇന്നത്തെ സ്കോളേഴ്സ്, ബൈബിൾ സ്കോളേഴ്സ്, റവറന്റുമാരും ഡോക്ടർമാരും MDയും ഒന്നും പറയണ്ട. ഈ മഹാന്മാരെല്ലാം കൂടി ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൊടുത്ത് തോട്ടിക്കളഞ്ഞിരിക്കുക. അതാണ് അവരുടെ പതനത്തിന് കാരണവും. അവർക്ക് കാശുണ്ട്, അവർക്ക് ഡോക്ടർമാരുണ്ട്, റവറന്റുമാരുണ്ട്, വലിയ വലിയ സ്കോളേഴ്സ് ഉണ്ട്. ആത്മീയമായി ഇവരെപ്പോലെ ദരിദ്രവാസികൾ ലോകത്ത് വരെ കാണത്തില്ല. അതാൻ്റെ കാര്യം. പുതിയ ദിവസം നമ്മുടെ സമ്പത്ത് ആത്മീക സമ്പത്താ, വിശ്വാസത്തിൽ സമ്പന്നത, പ്രത്യാശയുടെ സമൃദ്ധി, സന്തോഷ സമൃദ്ധി, സകല വനത്തിലും പരിജ്ഞാനത്തിലും സമൃദ്ധി, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതാ, അല്ല വേറെന്താ? ഇത് സാത്താൻ തിരിച്ചിട്ടിട്ട് ഭൗതിക സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുക. ഞങ്ങളുടെ പപ്പയും മമ്മിയും ഉപദേശിയായിരുന്നു. അവർ കഞ്ഞിക്ക് വകയില്ലാത്തവരായിരുന്നു. ഞങ്ങൾ വിശ്വസ്തോടെ ദൈവത്തെ സേവിച്ചപ്പോൾ ഞങ്ങൾക്ക് 4 മക്കളുണ്ടായി. 4 മക്കളും 4 രാജ്യത്ത്. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കാരണം ഈ സമ്പത്തിൽ കിടന്ന് തലകുത്തി മറിയുന്നവർ ഇത് കേട്ടിട്ട് മടങ്ങി വരാനായി പറയുന്നത്. സമ്പത്തുള്ളവൻ കെട്ടിപ്പറക്കി കർത്താവിൻ്റെ പിറകെ ചെന്ന് നിത്യജീവന് വേണ്ടി വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് കുഞ്ഞൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. അത് വ്യാഖ്യാനങ്ങൾ പലതുമൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനതിനെക്കുറിച്ച് പറയുന്നത്, ഇതിൻ്റെ നിക്ഷേപം കൊടുത്തിൻ്റെ ഹൃദയം ഇരിക്കും. വാരി കോരി വെച്ച ഹൃദയം അവിടെ ആയിരിക്കും. പലരെയും ഞാൻ പഠിച്ച് നോക്കിയിട്ട് ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. അല്ല, സമ്പത്തൊരു ശാപമല്ല. പക്ഷെ അത് വാരി കൂട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഹൃദയം അങ്ങോട്ട് ചാഞ്ഞു. കർത്താവ് പറഞ്ഞത് അനീതിയുള്ള മാമോന. പല ആംഗിളിൽ നിന്ന് ഈ കാര്യം നമ്മൾ പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. പ്രിയമുള്ളവരെ, സ്തോത്രം. അപ്പൊ ഇവിടെ അതരം കൊണ്ട് ബഹുമാനം,
പിന്നെന്താ? ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. പിന്നെ മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നു. അതുകൊണ്ട് അവർ വ്യർത്ഥമായിട്ട് എന്നെ ഭജിക്കുന്നു. എന്നെ കേൾക്കുന്ന പെന്തക്കോസ്തുകാരെ, നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ് ഈ വചനത്തിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം ഇതിനോടനുബന്ധിച്ച് പറയാൻ എനിക്ക് പ്രേരണയുണ്ട്. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച വയോവൃദ്ധനായ 94-കാരനായ മനുഷ്യൻ ഒരു ശവോടക്കിന് പോയി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത്. എന്നാൽ 3-4 പ്രാവശ്യം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ അതങ്ങ് പതിയും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ ഒരു വയോവൃദ്ധൻ മരിച്ചു. അടക്കിന് പോയതാ പുള്ളി. അവിടെ ചെന്നപ്പോൾ മരിച്ചു കിടക്കുക. ഓരോ IPCയിലെ പാസ്റ്റർ, ഷാരോനിലെ പാസ്റ്റർ, AGയിലെ പാസ്റ്റർ, ഫിലദൽഫിയയിലെ പാസ്റ്റർ, റഹബോത്തിലെ പാസ്റ്റർ, പിന്നെ AG ചർച്ചിലെ പാസ്റ്റർ, ഓരോരുത്തരും വന്ന് ഇങ്ങനെ ഈ അപ്പച്ചനെ കുറിച്ച് ഇങ്ങനെ അനുശോചനം പറഞ്ഞ് അവസാന സമയമായപ്പോൾ ഈ വയോവൃദ്ധനായ മരിച്ചു കിടക്കുന്ന ഈ മനുഷ്യൻ്റെ സ്നേഹിതനായ ഞങ്ങളുടെ ഗുരുവായ പാസ്റ്റർ CC ജോർജ് ചവണിക്കാമണ്ണിൽ അദ്ദേഹത്തിന് അവസരം വന്നു. ഇതൊക്കെ മറ്റുള്ളവർ കേൾക്കണം, അതിനുവേണ്ടിയായി പറയുന്നു. CC ജോർജിനെ പൊക്കി പറയുകയല്ല, ഇതിൻ്റെ കണ്ടൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പറയുന്നതിൻ്റെ മീറ്റായ ഭാഗം. ഇദ്ദേഹം പറഞ്ഞു, ഈ മരിച്ചു കിടക്കുന്ന എൻ്റെ സ്നേഹിതനാണ്. ഇദ്ദേഹം ഞാനുമായിട്ട് കർത്താവിൻ്റെ വേലയിൽ ചുമൽ കൊടുത്ത് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്തു. നല്ല ഭക്തനായ ഒരു മനുഷ്യനാണ്. പ്രത്യാശയോടെ ഇദ്ദേഹം കണ്ണുകളടച്ചു. എനിക്ക് മനുഷ്യ രീതിയിലൊരു ദുഃഖമുണ്ടെങ്കിലും എൻ്റെ പ്രത്യാശ ഞാൻ സ്വർഗത്തിൽ ചെന്ന് എൻ്റെ സ്നേഹിതനെ കാണും. അതുകൊണ്ട് എനിക്കിവിടെ അനുശോചനമൊന്നുമില്ല. കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് മഹത്വപ്പെടുത്തും, ആരാധിക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ, ഈ പ്രായമുള്ളതുകൊണ്ട് പുള്ളി ഇറങ്ങി പെട്ടെന്ന് പോയി. ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പാസ്റ്റർമാരിൽ ഹെഡായ പുള്ളി, ഈ ഹെഡാണല്ലോ തലതിരിഞ്ഞ് പോകുന്നു മിക്കവാറും. പുള്ളി പറയുക, ഞങ്ങൾക്ക് IPCക്ക് ഒരു പ്രമാണമുണ്ട്. ഞങ്ങൾക്ക് IPCക്ക് ഒരു പ്രമാണമുണ്ട്. എന്താ പ്രമാണം? ആ പ്രമാണപ്രകാരം ഞങ്ങൾ പോകത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ പ്രമാണം പലയിടത്തും കിടക്കട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ തോന്നിയ പോലെ ഞങ്ങൾ പോകും. അതല്ല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൺവെൻഷൻ നടത്തിയിട്ടുള്ള അടിയും ബഹളവും ഒക്കെ പിന്നെ എന്താ? ഇന്ന് കാണുന്ന ഈ അപശബ്ദങ്ങളൊക്കെ എന്താ? വെട്ടുകൊടിയിൽ വെച്ച് കുറവ് തീർക്കാത്ത കല്ലുകൾ കൊണ്ടിട്ട് പണിയുന്നുകൊണ്ടുള്ള ശബ്ദമല്ലേ? കൂടം കൊണ്ടുള്ള അടിയും ബഹളവും അല്ലേ? വെട്ടും കുത്തും അല്ലേ നടക്കുന്ന ഇന്ന്? ജനറൽ കൺവെൻഷൻ കഴിയുമ്പോൾ അടി നടക്കുന്നതിൻ്റെ കാരണം എന്താ? കൺവെൻഷനിൽ പാട്ട് പാടും തുള്ളിച്ചാടും ഒക്കെ ചെയ്യും. കൺവെൻഷൻ കഴിയുമ്പോൾ മുട്ടൻ അടി നടക്കുന്നതിൻ്റെ കാരണം എന്താ? തിരുവത്താഴ് ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇടയ്ക്ക് നിങ്ങൾ ക്ലിപ്പ് കണ്ടതാ. എത്ര ദുഃഖകരം, എത്ര ശോചനീയം, എത്ര ലജ്ജാവഹം. തിരുവത്താഴം നടത്താൻ വേണ്ടി അപ്പവും വീഞ്ഞും വെച്ച് വെള്ള തുണിയും കൊണ്ട് പുതപ്പിച്ച് ഇട്ടിട്ട് അപ്പുറത്ത് സഹോദരന്മാർ നിന്ന് പാടുക, മനോഹരമായ നിലയിൽ പാടുക. ഇപ്പുറത്ത് കൂട്ടയടി. ലജ്ജയില്ലേ അവർക്ക്? നാണമില്ലേ? ഈ അടിക്കുന്നവരെ പറഞ്ഞു തിരുത്താൻ ജ്ഞാനിയായ ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ ഇല്ലേ? പൂട്ടിക്കെട്ടിയിട്ട് വേറെ വല്ല പരിപാടിക്ക് പോകുന്നു ഞാൻ പറഞ്ഞാൽ അത് കൂടുതലാണോ ദൈവമക്കളെ? സങ്കടം കൊണ്ട് പറയുക, അല്ലാണ്ട് ദേഷ്യം കൊണ്ട് പറയല്ല. സങ്കടം കൊണ്ട് പറയുക, വേദന കൊണ്ട് പറയുക, ഹൃദയം തകർന്ന് പറയുക. എന്നിട്ട് ഈ വൃത്തികെട്ട രംഗമെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട കാര്യം എന്തിരിക്കുന്നു? വിശ്വാസികളാണോ സോഷ്യൽ മീഡിയ കാണുന്ന മുഴുവൻ? നമ്മളെ രൂക്ഷമായി വിമർശിക്കുന്ന കത്തോലിക്കരും പത്തോമക്കാരും യാക്കോബക്കാരും മറ്റിതര സ്വത്രം ക്രൈസ്തവ വിഭാഗങ്ങൾ ഇത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുകയല്ലേ? ഈ മലന്ന് കിടന്ന് തുപ്പുന്നത് ഇനിയെങ്കിലും പെന്തക്കോസ്ത് സമൂഹമേ നിങ്ങളൊന്ന് നിർത്തണമേ. ഹല്ലേലൂയ, സ്വത്രം. ഞങ്ങൾക്കൊരു നിയമമുണ്ട്. എന്താ നിയമം? അത് തന്നെ ഇവിടെ ഇവർക്കും പറ്റിയത്. കർത്താവും അപ്പോസ്തലന്മാരും തന്ന പ്രമാണമല്ലാതെ പുതിയ നിയമസഭയ്ക്ക് ഒരു പ്രമാണവും വേണ്ട. നിങ്ങളുടെ പ്രമാണങ്ങളൊക്കെ ചുരുട്ടിക്കൂട്ടി കൈവച്ചേക്കുക. ക്രിസ്തുവിൻ്റെ പ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം,
കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനം, ഭക്തിക്കുത്ത് ഉപദേശം അനുസരിച്ച് നമ്മുടെ കുടുംബജീവിതം, സമൂഹ ജീവിതം, ശുശ്രൂഷകൾ, ആരാധനകൾ എല്ലാം മുമ്പോട്ട് പോട്ടെ. ഇല്ലെങ്കിൽ ദൈവം നിങ്ങളെ അറിയുന്നില്ലെന്ന് പറയും. മറക്കൽ ക്രൂസോട് നടത്തുന്നവരോട് ദൈവം എന്താ പറയുന്നത്? മത്തായി 7-ാം അധ്യായം എടുത്താട്ടെ, മത്തായി 7. അവരോട് എന്താ കർത്താവ് പറയുന്നത്? അത്ഭുത രോഗശാന്തി നടത്തുന്നവരുടെ കർത്താവ് എന്താ പറയുന്നത് നമ്മൾ വായിച്ച്, നിങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങളും. ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കറിയാം. ഞാനൊന്ന് ഓർപ്പിച്ചുകൊടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ 21 തൊട്ടൊന്ന് വായിച്ചോ വേണമെങ്കിൽ. 21, 22, 23. ഏവനുമല്ല. ആമേൻ. അടുത്ത ആ ചെയ്തില്ലയോ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാനൊരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അറിയുന്നില്ലെന്നാണ് എല്ലാവരും പ്രസംഗിക്കുന്നത്. അറിഞ്ഞിട്ടില്ലെന്ന്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകും. ഇത് അധർമ്മമാണെന്ന്. മിറക്കിൾ ക്രൂസൈഡ് അധർമ്മമാണെന്ന്. കർത്താവിന്റെ പ്രമാണം വിട്ടുള്ള മിറക്കിൾ ക്രൂസൈഡ് അധർമ്മമാണെന്ന്. ദൈവവചന വ്യവസ്ഥ വിട്ടുള്ള അത്ഭുതങ്ങൾ അധർമ്മമാണെന്ന്. ഇനിയെങ്കിലും ഇത് ചെവിയിലോട്ട്, തലയിലോട്ട് കയറുവോ? ഹൃദയത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുവോ? ഹല്ലേലൂയ. ഈ അധർമ്മം എന്നുള്ളൊരു പദം പത്രോസ് അപ്പോസ്തലൻ എടുത്ത് പറയുന്നുണ്ട്. അതെന്താ നമുക്കൊന്ന് നോക്കാം. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം. ഇതൊക്കെ നമ്മൾ വചനം കൊണ്ട് പഠിക്കുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലൂസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. പൗലൂസ് എഴുതിയ വചനങ്ങളെ കോട്ടിക്കളയുന്നു എന്ന്. എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ആധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണുപോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അധർമ്മികൾ, പത്രോസ് പറയുന്നു അധർമ്മികൾ. ഇവിടെ മിറക്കിൾ ക്രൂസൈഡ് നടത്തുന്നവർ അധർമ്മികൾ എന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. ഈ അധർമ്മികളുടെ പിറകെ പോകരുതേ. ഈ അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു ഭാഗം എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാത്തൊരു വിഷയമാണ്. 2 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 2-ാം അധ്യായം ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഭാഗമാണ്. ഈ ദിവസങ്ങളിൽ എൻ്റെ മെസ്സേജിൽ ഞാനത് ഇടവിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ അപകടമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. 2 തെസ്സലോനി 2-ാം അധ്യായത്തിൻ്റെ അത്ഭുതം എന്നുള്ള വിഷയം വന്നപ്പോഴാണ് അത് കയറി വന്നത്. അതിൻ്റെ 7 മുതൽ വായിക്കുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. എന്താ കാരണം? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. അടുത്ത 11-12 നമ്മൾ ഭയപ്പെടേണ്ട വാക്യം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കും. ദൈവം വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയച്ച് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുമ്പോൾ സത്യത്തെ സ്നേഹിച്ചു കൊള്ളാത്തവർ ഈ കെണിയിൽ ചെന്ന് കുടുങ്ങി നശിച്ച് നാമാവിശേഷമായി തീരും. മനസ്സിലായോ? ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ഈ വക വചനവിരുദ്ധമായ കാര്യങ്ങളെ വിട്ട് നിർമ്മലമായ തിരുവചന സത്യങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അത് കേൾക്കുകയും ആ വചനവസ്ഥയിൽ നിലനിൽക്കുകയും ചെയ്താൽ നമുക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് തിരിയുക. അടുത്ത് മനുഷ്യകൽപ്പനകളെ ഉപദേശങ്ങൾ അവർ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ അവർ ദൈവകൽപ്പന വിട്ടുകളയും. ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കും. മനുഷ്യരുടെ സമ്പ്രദായം, മനുഷ്യരുടെ ഉപദേശങ്ങൾ. പ്രസ്ഥാനങ്ങൾക്ക് ഓരോ ഉപദേശമുണ്ട്. ഇപ്പോൾ ഓരോ ചർച്ചസിന് ഓരോ ഉപദേശമുണ്ട്. അതവർ മനോഹരമായ നിലയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഊതിയിടുന്നവനും ഉന്തിയിടുന്നവനും കുഴപ്പിക്കുന്നവനും ചിരിപ്പിക്കുന്നവനും ഛർദ്ദിപ്പിക്കുന്നവനും ഒക്കെ ഓരോ ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നാളൊരുത്തം പറഞ്ഞു, പൗലോസ് എഴുതിയ ലേഖനങ്ങൾ മുഴുവൻ ഉപദേശിമാരെ തെറ്റിച്ച് കളയുക, അത് അവൻ്റെ ഉപദേശം. എങ്ങനെയുണ്ട്? സുവിശേഷം കൊണ്ട് കോടികൾ കൊണ്ട് സമ്പാദിച്ചു വെച്ചാൽ പുള്ളിയായി പറയുന്നതെന്ന് ഓർത്തോണം. ഞങ്ങളുടെ പട്ടണത്തിലെ വ്യക്തിയുടെ കാര്യമായി പറയുന്നത്. രഹസ്യമായിട്ട് വിളിച്ചു ചോദിച്ചാൽ പേര് പറഞ്ഞു തരാം. പൊതുവിൽ പറഞ്ഞ് അവഹേളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പൗലൂസിൻ്റെ ലേഖനങ്ങൾ പാസ്റ്റർമാരെ തെറ്റിച്ച് കളഞ്ഞു. പക്ഷെ എൻ്റെ ആയുസ്സിൽ ഇതുപോലൊരു വെളിവ് കേട്ടവനെ ഞാൻ കണ്ടിട്ടില്ലെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വിചിത്രമായിരിക്കുക. പുള്ളിയെ കണ്ടാൽ നമ്മൾ സിനിമാ നടന്മാർ മാറി നിൽക്കും. അതുപോലെ അണിഞ്ഞൊരുങ്ങി വരുന്ന ഒരാളാണ്. പക്ഷെ എന്തിനു കൊള്ളാമെന്ന് ഞാൻ ചിന്തിക്കുക. ഉപ്പ് നോക്കാൻ പോലും കൊള്ളത്തില്ലെന്ന് ഓർക്കുമ്പോൾ ദൈവമക്കളെ, എന്താ നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നത്? സ്തോത്രം. ദൈവകൽപ്പന വിട്ടുകളയുന്നു, മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന എന്ത് ചെയ്യുന്നു? ഹലോ, ദൈവകൽപ്പന എന്ത് ചെയ്യുന്നു? തള്ളിക്കളയുന്നു. ദൈവകൽപ്പന വിട്ടുകളയുന്നു, ദൈവകൽപ്പന തള്ളിക്കളയുന്നു. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പാപങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ മത്തായി 28:20 ഞങ്ങളുടെ പ്രസംഗത്തിൻ്റെ ഒരു കീവേഡാണ്. കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്ട്രിനാണ്, ഒരു ഉപദേശമാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ ആദ്യം ആരായിരുന്നു? യഹൂദന്മാരായിരുന്നു. യഹൂദന്മാരാരായിരുന്നു? മോശയുടെ പ്രമാണത്തിന് കീഴുള്ളവരായിരുന്നു. ആ മോശയുടെ പ്രമാണത്തിന് കീഴുള്ളവരെ ആ പ്രമാണത്തിൽ നിന്ന് അടർത്തിയെടുത്ത് കർത്താവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കിയിട്ട് കർത്താവ് മരിച്ച് മൺമറയുന്നതിന് മുൻപ് അവസാനമായിട്ട് ആ സുവിശേഷത്തിൻ്റെ മത്തായി 28 ലാസ്റ്റ് ചാപ്റ്റർ ആണല്ലോ, മർക്കോസ് 16 ലാസ്റ്റ് ചാപ്റ്റർ ആണല്ലോ. ഇത് രണ്ടും കൂടി ചേർത്ത് പഠിക്കണം. നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിച്ച് സകല ജാതികളെ ശിഷ്യരാക്കി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ എന്ത് ചെയ്യണം? ശിഷ്യരാക്കണം. മേക്ക് ഡിസൈപ്പിൾ. ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ TP എബ്രഹാം സാർ, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം എപ്പോഴും ആ വാക്ക് പറയും. അതുകൊണ്ട് എനിക്ക് അതങ്ങ് ഹൃദയത്തിൽ അങ്ങ് പതിഞ്ഞു. ഗോ ദെൻ മേക്ക് ഡിസൈപ്പിൾ. പോകുക, ശിഷ്യന്മാരെ വാർത്തുണ്ടാക്കുക. ആരെ ശിഷ്യന്മാരെ? കർത്താവിൻ്റെ ശിഷ്യന്മാരെ. ഇന്നിപ്പം മോചന ശിഷ്യന്മാരാ കിടക്കുന്ന ആത്മീയ കോളത്തിൽ. ഒരു പ്രവൃത്തി പുസ്തകത്തിൽ പദം, അവരെല്ലാവരും ന്യായപ്രമാണ തൽപരരാകുന്നു. അവരെല്ലാവരും ന്യായപ്രമാണ തൽപരരാകുന്നു. ആരെ? ന്യായപ്രമാണം വിട്ടുവന്ന വിശ്വാസികൾ എന്ന് പറയുന്ന ക്രിസ്തു ഭക്തന്മാർ, സ്ഥാനപ്പെട്ടവരൊക്കെയാണ്. പക്ഷെ ന്യായപ്രമാണ തൽപരരാ. അതുപോലെ ഇന്നത്തെ പെന്തക്കോസ്ത് ന്യായപ്രമാണ തൽപരരാ. ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് നീറുകടിക്കുന്ന പോലെയാണ്. നിങ്ങൾ പ്രവൃത്തി പുസ്തകം പഠിച്ചു നോക്കിക്കോ. അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായ പൗലൂസ് തിമോഥെയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചു, സൗരന്മാരെ തലമൂടനം ചെയ്യിച്ചു, ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകളൊക്കെ ചെയ്യിച്ചു. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചിലർക്ക് അത് എന്താണെന്നൊന്നും അറിയത്തില്ല, കാരണം ഒരു ബോധവും ഇല്ല. എന്നാൽ അതിനെക്കുറിച്ച് എനിക്ക് കിട്ടിയ പഠനം, അവരുടെ ലേണിംഗ് പീരീഡാണ് പ്രവൃത്തി പുസ്തകം. ലേണിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഡബിൾ ക്ലച്ച് ഡബിൾ ബ്രേക്കുള്ള ഒരു കാറിൽ ആശാന് ഇടതുവശത്തും വലതുവശത്തും സ്റ്റിയറിംഗിൽ നമ്മളെ പിടിച്ചുകൊണ്ടിരിക്കുക. ഞാനൊക്കെ അങ്ങനെ പഠിച്ചവനാണ്. അപ്പം ഞാൻ സ്റ്റിയറിംഗ് പിടിച്ചാലും ബ്രേക്കും ക്ലച്ചും ഒക്കെ ചവിട്ടുന്നത് ആദ്യ ദിനങ്ങളിലൊക്കെ
പുള്ളിക്കാരൻ, അല്ലെങ്കിൽ വല്ലവൻ്റെ മണ്ടയിൽ ചെന്ന് കയറും. ഇന്ന് പലരും അതുപോലെ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ബ്രേക്കും ഇല്ല, ക്ലച്ചും ഇല്ല, ഒരു പോക്കങ്ങ് പോവുക. അതുപോലെ എന്താ സംഭവിക്കുന്നേ? അനേകർ നാശത്തിൻ്റെ അടിമകളായി, ദുരുപദേശത്തിൻ്റെ അടിമത്വത്തിൽ അനേകരെ കെട്ടിക്കളയുക ചെയ്യുന്ന സാത്താൻ. ദുരുപദേശം പ്രസംഗിക്കപ്പെടുമ്പോൾ പിശാച് ജനത്തെ അവൻ്റെ റാക്കറ്റിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത്. സത്യവചനം പ്രസംഗിക്കുമ്പോൾ അത് മനുഷ്യൻ അംഗീകരിച്ചാൽ ആ കെട്ട് പൊട്ടി പുറത്തു വരും. ലാസറിൻ്റെ കുടുംബത്തിൽ നടന്ന അതാ. ലാസർ മരിച്ചുപോയി. കർത്താവ്, എൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു ലാസർ മരിച്ചുപോയി. അപ്പോൾ കർത്താവ് പറഞ്ഞു ലാസർ മരിച്ചില്ല, ലാസർ ഉറങ്ങാൻ പോയി, അവൻ നിദ്ര കൊള്ളുന്നു. യഥാർത്ഥ ദൈവമക്കളുടെ കാഴ്ചപ്പാട് മരണമെന്നുള്ളത് ഉറക്കത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. ഇന്ന് പെന്തക്കോസ്തുകാരോട് ചത്തുപോയി മരിച്ചുപോയി എന്നൊക്കെ പറയും, കാരണം അത്രേ ഉള്ളവർക്ക്. എന്നാൽ വചനത്തിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ മരണമെന്നുള്ളത് ഒരു ഉറക്കമാണ്. ആ ഉറക്കത്തിൽ നിന്ന് കർത്താവ് വരുമ്പോൾ നമ്മളെ തട്ടി ഉണർത്തുന്ന ഒരു സന്ദർഭമുണ്ട്. അതാണ് കാഹളം ധരിച്ച് കർത്താവ് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞു, കാഹളം ധരിക്കും മരിച്ചവർ അക്ഷരായി ഉയർത്തും, കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഞാൻ രൂപാന്തരം പ്രാപിക്കും. ഒരു മെസ്സേജ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവകൽപ്പന വിട്ടുകളയുന്നവരായി, മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ ഉപദേശിക്കുന്നവരായി, ദൈവകൽപ്പന തള്ളിക്കളയുന്നവരായി ഇന്നത്തെ ക്രൈസ്തവകോളം ബഹുഭൂരിപക്ഷം തീർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലാവരെയും അടച്ചു പറയുകയാണെന്ന് ആരും ചിന്തിക്കരുത്. ഒരു ചെറിയ ശേഷിപ്പ്, ഒരു ചെറിയ ഗ്രൂപ്പ് തിരുവചന സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരുണ്ടെന്നുള്ളതും സന്തോഷത്തിന് വക നൽകുന്നതാണ്. ആ അനുഭവത്തിലേക്ക് ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തെറ്റിപ്പോരുത്. ഡ്രൈവിംഗ് പഠിപ്പിച്ച ആ ഉദാഹരണത്തിൽ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ, പഠിച്ച് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ, ഹെവി ലൈസൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ആശാന വേണോ? വേണ്ട. അതാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം ശിശുപാലകന്റെ അടുക്കിലേക്ക്, ന്യായപ്രമാണം ഒരു ശിശുപാലകനായി ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തിയെന്നാണ് ഗലാത്യ ലേഖനം പഠിപ്പിക്കുന്നത്. ഒരു ശിശുവിനെ വളർത്താൻ 5-6-7 വയസ്സ് വരെ ആൾ വേണം. കോളേജിൽ പഠിക്കേണ്ട കുഞ്ഞിൻ്റെ പുറകെ ആൾ പോണോ? ബസ്സിൽ വന്നിറങ്ങിയാൽ പോയി എടുത്തോണ്ട് വരണോ? വേണ്ട, നടന്നു വരും. കാരണം എന്താ? വളർച്ച പ്രാപിച്ചു. വചനം പഠിച്ച് വളർച്ച പ്രാപിക്കുന്ന അവസ്ഥയുണ്ട്, ശൈശവാവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥയുണ്ട്. വചനം പഠിപ്പിക്കാത്തത് കൊണ്ട് ശൈശവാവസ്ഥയിൽ കിടക്കുന്നു. വചനം പഠിപ്പിക്കുമ്പോൾ ആ വളർച്ച പ്രാപിക്കുന്നു. ആ സർക്കുലർ സ്റ്റഡിയിലും സ്പിരിച്വൽ സ്റ്റഡിയിലും രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു ഡോക്ടറേറ്റിനോ ഒരു നേഴ്സിനോ പഠിക്കുന്ന കുഞ്ഞിനെ പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിന് വല്ലതും അറിയാമോ? ഡിഗ്രി പഠിച്ചിട്ട് ആ കോഴ്സ് എടുത്ത് ഡോക്ടറാകാൻ, നേഴ്സാകാനായിട്ട് ചെല്ലുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് വല്ല അറിവുണ്ടോ? അവർ വേറെ സർക്കുലർ സ്റ്റഡിയല്ലേ നടത്തിയത്, അവരെ അത് പഠിപ്പിക്കുക ചെയ്യുന്നത്. എന്നതുപോലെ ദൈവവചനം പഠിപ്പിച്ച് നിത്യതയ്ക്ക് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കണമെന്നാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്ന് സംഭവിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉപദേശങ്ങളെ, മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ ഉപദേശിക്കുന്നു ശാസ്ത്രിമാരും പരീശന്മാരും. ദൈവകൽപ്പന അവർ വിട്ടുകളയുന്നു, ദൈവകൽപ്പന അവർ തള്ളിക്കളയുന്നു. അതുപോലെ വചനം പഠിപ്പിക്കേണ്ട പല പ്രിയപ്പെട്ടവരും ദൈവകൽപ്പന തള്ളിക്കളയുന്നു, ദൈവകൽപ്പന വിട്ടുകളയുന്നു, മനുഷ്യകൽപ്പനകളെ അവർ ഉപദേശിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികൾ ഗുണമില്ലാത്തവരായിരിക്കുന്നു. കർത്താവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ച ഉപദേശങ്ങളെ സഭയിൽ പഠിപ്പിച്ച് അവരെ ആത്മീയ വളർച്ചയിലേക്കും ആത്മീയ വർധനവിലേക്കും ആത്മീയ നിറവിലേക്കും നടത്തണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ വചനങ്ങൾ തന്നെ പിന്നെയും പിന്നെയും പറയാൻ എനിക്ക് പ്രേരണ കിട്ടുന്നു. പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം, അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. ആ സഭ ആത്മീയവർധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. 16-ാം അധ്യായം പ്രവൃത്തി 16, ഇതൊക്കെ ഡയറിയിൽ കുറിച്ചിട്ട് പഠിക്കണം. 4-5 അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. മോശ പറഞ്ഞതല്ല ഇവിടെ ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ എന്നുള്ള വ്യവസ്ഥയിൽ ആ വിധി നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. ഇന്ന് വിശ്വാസത്തിൽ ഉറയ്ക്കുന്നില്ല, എണ്ണത്തിൽ പെരുകുന്നില്ല. ആന പെറ്റ ഒന്ന്
പട്ടി പെറ്റ 10. അവിടെ ഉപദേശാവ് പഠിപ്പിച്ചതാണ്. ആന പ്രത്യേകിച്ച് ഒന്നൊക്കെ കാണത്തുള്ളൂ, അത് മതി, ഉരുപ്പടിയാ. മറ്റേത് 10 എണ്ണമാ. പന്നിയൊക്കെ പെറ്റ 10 എണ്ണമാ. ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ തൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നേരത്ത് തൻ്റെ വചനങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന, തന്നെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കപ്പെട്ട ദേവദാസൻ പറയണ്ടേ, പേരൊന്നും പറയുന്നില്ല, ഒരു പേരും അപ്പച്ചാ പോകല്ലേ, നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാം. സ്വോത്രം സ്വോത്രം സ്വോത്രം.